ഹലോ, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ കുറച്ച് ആൾക്കാരുണ്ട്, പിന്നെ നമുക്കൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ഉണ്ട്. അപ്പൊ ജസ്റ്റ് നമുക്കിന്ന് ഉള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. കത്തിക്കാത്ത അടുപ്പില് ബീഫ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സാൻഡ്ര. എല്ലാ ആനി ചേച്ചിന്റെ പ്രിപ്പറേഷനാണ്. അതെ, കത്തിക്കാത്ത അടുപ്പില് ബീഫ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ഞാന്. ഇത് ഗായ്സ് ഒരു ഹായ് പറയൂ. മുഖം പൊത്തിയിരിക്കുന്ന അപർണ ഒരു ഹായ് പറയൂ. മുഖം പൊത്താത്ത അപർണ. ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തി തന്നല്ലോ, വളരെ ടാലന്റഡ് ആണ്. കത്തിക്കാത്ത അടുപ്പില് ബീഫ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതെ, കഴിവേറി പൊന്നാവും. ശരി, അപ്പൊ നമ്മൾ ഇന്ന് പാതിരാത്രി 12:23 ഗൈസ്. സമയം കാണിക്കൊന്നും കൂടെ 12:23. ഞങ്ങൾ ബീഫിന് ട്രോളുന്ന രണ്ട് അപർണമാണ് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ളത്. വലിഞ്ഞു കയറി വീട്ടിൽ വന്ന് ട്രോളാൻ വേണ്ടി മാത്രം ഒരു കഴിവ് വേണം. നമുക്ക് ഫോൺ അവരുടെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ബീഫ് കറി എങ്ങനെ കുളമാക്കാതെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. ഞാനായതുകൊണ്ട് ഞാൻ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. ഇവിടെ കിട്ടുന്നുണ്ടോ ഗൈസ്? മീശത്തിന് ചാടിപ്പോയ ഏതെങ്കിലും മൃഗമായിട്ട് സാമി ഉണ്ടെങ്കിൽ സിംഹം കുട്ടി മിണ്ടുന്നില്ല. അങ്ങനെ ബീഫ് ഇട്ടു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ബീഫ് ഫ്രൈയും യൂട്യൂബ് എന്നെ ബാൻ ചെയ്യരുത്. ഞാൻ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ്. വളർത്താൻ വേണ്ടി ഇവള് ആദ്യം കയ്യിൽ കാശ് വാങ്ങിച്ചു വന്നിരിക്കുക. അപ്പൊ ഇവളൊന്നായിരിക്കും. നീയോ? വെള്ളത്തിന് ബില്ല് എത്ര വരുന്നുണ്ടപ്പം? അയ്യോ, ഇതൊക്കെ വീഡിയോയില്. ആക്ച്വലി ഞാൻ ഇത് യഥാർത്ഥത്തിൽ ഞാൻ യൂട്യൂബിൽ ഇടും ഗൈസ്. ഒന്നും കട്ട് ചെയ്യാതെ ഞാൻ ഇടും. ഇനി കുറച്ച് ആനിച്ചേച്ചിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ഞങ്ങൾ ഇരിക്കുന്നത്. അതെ അതെ, ആസ്വദിച്ചിരിക്കാൻ തന്നെ കറക്റ്റ്. അതിന് മുന്നേ എന്താ ഉള്ളതൊക്കെ പറയണം. ഈ 2 ലക്ഷം ബീഫ് വേണ്ടി നീ നോണ പറയണം. ചേച്ചി തന്നെ പഠിപ്പിച്ച 2 കഷ്ണം ബീഫിന് വേണ്ടി നമുക്ക് പറഞ്ഞു കുഴപ്പമില്ല. എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ബീഫ് തിന്നാൻ വന്നിട്ട് എന്നെ ട്രോളാൻ വേണ്ടി എവിടെന്നോ എനിക്ക് പരിചയം പോലില്ല. കേൾക്കുന്നില്ല. ഇതേപോലെയുള്ള കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ ദയവേത് കമന്റ് ചെയ്യൂ. കമന്റ് ബിലോ. ഞങ്ങൾക്ക് ചേച്ചി ഐസ്ക്രീം ഒക്കെ വാങ്ങി തന്നു. അവരുടെ ചേച്ചി അതിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നീ എന്താ തിന്നുന്നു? ജീരകം. വാട്ടർ കൺസിസ്റ്റൻസി. ജീരകം വേണം. ചൂട് ചൂട് ഗൈസ്, സൂപ്പർ. ഉപ്പ് വേണോ? ഓക്കെ ആണോ? കറക്റ്റാണോ? വേണ്ട വേണ്ട, കറക്റ്റാ. എല്ലാം കറക്റ്റാ ഗൈസ്. എരിവ് കുറച്ച് കൂടുതലാണെങ്കിലും നല്ലതാ ഗൈസ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അടിപൊളി എന്നൊക്കെ. ഞാൻ വിചാരിച്ചു പഠിച്ച് നീ എടുക്കുകയാണ്. ബ്രെഡ് വരാൻ വെയിറ്റ് ചെയ്യാണ്.
എല്ലാവരും സ്വിഗ്ഗി ചേട്ടൻ ബ്രെഡ് എടുക്കാൻ മറന്നുപോയി. അതെ ഉച്ചയ്ക്ക് തിന്നുന്നു പണ്ടാരമേ. ഇതെന്താ ആനയ്ക്ക് കൊടുക്കുന്നത്? ആക്ച്വലി ഞാൻ ക്യാമറ നോക്കിക്കൊണ്ട് എടുത്തപ്പോഴേ ഇനി അങ്ങനെ ബ്രെഡിന്റെ ആവശ്യമില്ലല്ലോ. ഇതിലോട്ട്. ഞങ്ങളുടെ തെറ്റാ. എന്റെ നാട്ടിൽ ഇതിന് ബണ്ണെന്ന് പറയും. ഇവരുടെ നാട്ടിൽ എന്താ പറയാ? ഞാൻ അല്ല, ഇത് ബണ്ണല്ലാത്ത നാട്ടുകാരും ഉണ്ട്. നമുക്ക് ചോദിക്കും ഇതെന്താ കുട്ടിയുടെ നാട്ടിൽ പുഴു. കുട്ടിയുടെ നാട് പറ. കുട്ടിയുടെ വേണ്ട വേണ്ട വേണ്ട, ചിലപ്പോ അവിടെ അതല്ല. ഏതായിരിക്കും? വയനാട്. കുട്ടിയുടെ നാട്ടിൽ ഇതെന്താ? പല നാട്ടിലും പലതരം. നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താ പറയുന്നത്? ഇതിന് ആലപ്പുഴ കായംകുളം കാര്യം പറയുന്നത് അട്ട. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും? ഫുഡൊക്കെ ഉണ്ടാക്കി സമയം എത്ര? രാത്രി 1:30 ആയി കാണും. ഫുഡ് കഴിക്കാൻ പോകുന്നു. കഴിക്കാൻ പോകുന്നോ? കഴിച്ചു തീർന്നു ഗൈസ്. അടിപൊളി, ഒരു രക്ഷയില്ല, തീർന്നത്. അപർണ തരന്നൊന്ന് നോക്കൂ. സമയമില്ലാന്നൊക്കെ വാ കുറച്ച് ബിസിയാണ്. പറഞ്ഞു പറയിപ്പിച്ചതാണെന്ന് തോന്നുന്നില്ലല്ലോ അല്ലേ? സൂപ്പർ. ഉപ്പും മുളക് കട്ടൻ ചായയും. ചേച്ചി വേഗം വന്നാ ഒരു 2 വർഷം കിട്ടും. അത് കുഴപ്പമില്ല. കട്ടൻ ചായയും ബ്രെഡും ബീഫും. കട്ടൻ ചായ ഒക്കെ ഉണ്ടല്ലോ, കാണുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. ബൈ.